കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നു. ഇടുക്കി കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലമാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതെ നഗരസഭ കണ്ണടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ മാരക കൊതുക് രോഗങ്ങൾക്ക് അടിമപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇടുക്കി കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള വെള്ളക്കെട്ട്. ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. നഗരത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായും ഇവിടം മാറിയതിനാൽ മാറാരോഗങ്ങളുടെ ഉത്ഭവമാവുകയാണ് ഈ പ്രദേശം. മലിനജലം നാളുകളായി കെട്ടിക്കിടക്കുന്നതോടെ മേഖലയിൽ വ്യാപകമായി കൊതുക് പെരുകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി തുടരുന്ന വിഷയത്തിൽ നഗരസഭയ്ക്ക് ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. മാലിന്യം നിറഞ്ഞ മലിനജലം മഴ പെയ്യുമ്പോൾ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലേക്കും എത്തുന്നുണ്ട്. വർഷങ്ങളായി നേരിടുന്ന പ്രശ്നത്തോട് നഗരസഭ മുഖം തിരിക്കുന്നതോടെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന്റെയും അനശ്വര SHGയുടെയും ആഭിമുഖ്യത്തിൽ മന്ത്രിമാരടക്കമുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകാനും പ്രതിഷേധം സംഘടിപ്പിക്കുവാനും ഒരുങ്ങുകയാണ്. തങ്ങൾക്ക് ശുദ്ധജലവും വായുവും ലഭിക്കുന്നതിനൊപ്പം സാംക്രമിക രോഗഭീഷണിയിൽ നിന്ന് രക്ഷ വേണമെന്നും പ്രദേശവാസി ഷിജോ പറയുന്നു. ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ പലതവണ ഇവിടുത്തെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കൊക്കെ നിരന്തരം പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്തയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വരും കാലങ്ങളിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ശുദ്ധമായി ശ്വസിച്ചും ശുദ്ധജലം കുടിച്ചും ജീവിക്കാൻ ഒരു സാഹചര്യം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാക്കി തരണം എന്നാണ് പ്രദേശവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പരാതികളും സമ്മർദ്ദങ്ങളും ഏറുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നഗരസഭ എന്തെങ്കിലും ചെയ്തു മടങ്ങുന്നതാണ് പതിവ്. നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നിക്ഷേപിക്കാനുള്ള ഹമ്പായി മേഖല മാറിക്കഴിഞ്ഞു. മാരക രോഗങ്ങൾ പടർത്തുന്ന കൊതുകുകളെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടും ആരോഗ്യവകുപ്പോ നഗരസഭയോ ഇക്കാര്യത്തിൽ വേണ്ട ഗൗരവം കാണിക്കുന്നില്ലെന്നാണ് പരാതി. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ഹൗസിംഗ് ബോർഡിൽ വിവരം ധരിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാവാത്ത പക്ഷം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPM-ഉം ഇടതുപക്ഷ യുവജന സംഘടനയും. പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ഈ ശുചിത്വ മിഷത്തിന്റെ ഭാഗമായും ഈ കേരളത്തെ ശുചീകരിക്കാനുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നിരവധി ഫണ്ടുകൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുപ്പുണ്ട്. അത് ഇതുവരെ ചെലവാക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിയും ഈ മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട്. അതൊരു പ്രത്യേക പ്രോജക്റ്റായി ഉൾപ്പെടുത്തി നന്നായി തന്നെ ഒരു കൺസ്ട്രക്ഷൻ നടത്തി നല്ലൊരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഈ അർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി മുനിസിപ്പാലിറ്റി ഈ കാര്യത്തിൽ തീരുമാനം ഉൾപ്പെടണം. ഞങ്ങളിത് കണ്ട മട്ടില്ല എന്ന രീതി ശരിയായ നിലപാടല്ല എന്ന് കൂടി ഈ സമയത്ത് അഭിപ്രായം ബോധിപ്പിക്കും. കട്ടപ്പന നഗരത്തിലെ വിശ്രമ കേന്ദ്രമായി ബൈപ്പാസ് റോഡിന്റെ ഈ ഭാഗം മാറ്റാം എന്ന വാഗ്ദാനത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കുന്നതിനൊപ്പം വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ശാശ്വത നടപടികൾ കൂടി അധികൃതർ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അതേസമയം മേഖലയിൽ ഇതേ സ്ഥിതി തുടർന്നാൽ വരും നാളുകളിൽ കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ കാത്തിരിക്കുന്നത് മാരക രോഗങ്ങളിലെ പട്ടികയായിരിക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.